അമേരിക്കയുമായുള്ള സംഘർഷം നിലനിൽക്കുന്ന അവസരത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയെ ലക്ഷ്യമിടുന്നത് ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ഏതെങ്കിലും തരത്തിൽ ഇറാന് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ പ്രതികരണം കഠിനമായിരിക്കും. പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയ്ക്കെതിരായ ഏതൊരു ആക്രമണവും ഇറാനെതിരായ ഒരു വലിയ യുദ്ധത്തിന് തുല്യമായിരിക്കുമെന്നും ഇറാൻ പ്രസിഡന്റ് പെസഷ്കിയാൻ എക്സിലൂടെയാണ് അറിയിച്ചത്. ഇറാനിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എങ്കിൽ അതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് അമേരിക്കൻ സർക്കാരും സഖ്യകക്ഷികളും ദീർഘകാലമായി ഏർപ്പെടുത്തിയിരിക്കുന്ന ശത്രുതയും മനുഷ്യത്വരഹിതമായ ഉപരോധങ്ങളുമാണെന്നും അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ ദിവസം പ്രക്ഷോഭകർക്ക് മുന്നറിയിപ്പുമായി അയത്തുള്ള അലി ഖമനേയും രംഗത്ത് വന്നിരുന്നു. രാജ്യദ്രോഹികളുടെ നട്ടലിലൊടിക്കുമെന്ന് ദേശീയ ടെലിവിഷനിൽ ശനിയാഴ്ച സംപ്രേഷണം ചെയ്ത ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. പ്രക്ഷോഭത്തിൽ മരണങ്ങൾ ഉണ്ടായതിന് കാരണക്കാരൻ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണെന്നും ഖമനേയി തുറന്നു പറഞ്ഞു. രാജ്യദ്രോഹത്തിന്റെ നട്ടല് ഒടിച്ചതുപോലെ രാജ്യദ്രോഹികളുടെയും നട്ടല് ഇറാൻ ഒടിക്കും. രാജ്യത്തെ യുദ്ധത്തിലേക്ക് നയിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ രാജ്യത്തിനുള്ളിലെ ക്രിമിനലുകളെ വെറുതെ വിടുകയുമില്ല എന്നാണ് ഖമനേയി പറഞ്ഞത്. അന്താരാഷ്ട്ര ക്രിമിനലുകളെയും വെറുതെ വിടില്ലെന്ന് അദ്ദേഹം പറയുന്നു. വിലക്കയറ്റത്തിനെതിരെ സമാധാനപൂർവ്വം നടന്നിരുന്ന പ്രക്ഷോഭത്തെ അമേരിക്ക ഹൈജാക്ക് ചെയ്തു എന്നാണ് ഇറാന്റെ ആരോപണം. പ്രക്ഷോഭത്തിലുണ്ടായ മരണങ്ങളുടെയും നാശനഷ്ടങ്ങളുടെയും ഇറാനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളുടെയും പേരിൽ ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരനാണെന്നും ഖമനേയി പറയുന്നു. അതേസമയം ഗ്രീൻലാൻഡിനെ അമേരിക്ക ഏറ്റെടുക്കുന്നതിനെ പിന്തുണയ്ക്കാത്ത യൂറോപ്യൻ രാജ്യങ്ങൾക്ക് 10% ഇറക്കുമതി തീരുവ എന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം മറ്റൊരു വ്യാപാര യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. ട്രംപിന്റെ ഭീഷണിക്ക് നേരെ ട്രേഡ് ബസൂക്ക പ്രയോഗിക്കേണ്ട സമയമായെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ അഭിപ്രായപ്പെടുന്നു. ഇന്നലെ ചേർന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതിനിധികളുടെ അടിയന്തര യോഗത്തിൽ ഇക്കാര്യം ചർച്ച ആയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ട്രേഡ് ബസൂക്ക ഉപയോഗിക്കുന്നതിലൂടെ യൂറോപ്യൻ യൂണിയൻ വിപണിയിലേക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രവേശനം തടയുകയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യാം. ചൈന പോലെയുള്ള രാജ്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള യൂറോപ്പിന്റെ ഒരു വ്യാപാര പ്രതിരോധ നടപടിയാണ് ട്രേഡ് ബസൂക്ക എന്ന പേരിൽ അറിയപ്പെടുന്നത്. നാറ്റോയുടെയും യൂറോപ്യൻ യൂണിയന്റെയും അംഗമായ ഡെൻമാർക്ക് നിയന്ത്രിക്കുന്ന ഗ്രീൻലാൻഡിന്റെ നിർബന്ധിത കൈവശപ്പെടുത്തൽ യൂറോപ്യൻ നേതാക്കൾ അംഗീകരിക്കാൻ വിമുഖത കാണിക്കുന്നതാണ് ട്രംപിനെ ദേഷ്യം പിടിപ്പിച്ചത്. തുടർന്നാണ് അധിക താരിഫ് പ്രഖ്യാപിച്ചത്. എന്നാൽ താരിഫ് ഏർപ്പെടുത്തിയ ട്രംപിന്റെ നടപടി ബ്ലാക്ക് മെയിലാണെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ട്രംപിന്റെ ഭീഷണിയും യൂറോപ്പിന്റെ പ്രതിരോധ നടപടികളും അമേരിക്കയും അവരുടെ ഏറ്റവും വലിയ സഖ്യകക്ഷികളും തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ വഷളാകുന്നതിലേക്ക് നയിക്കുന്നു എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കൂടാതെ ഗാസയിലെ ഭാവി നടപടികൾക്കായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻകൈയെടുത്ത് രൂപവൽക്കരിച്ച സമിതിയോട് ഇസ്രയേലും എതിർപ്പ് രേഖപ്പെടുത്തുകയാണ്. ബോർഡ് ഓഫ് പീസിന് കീഴിലുണ്ടാക്കിയ 11 അംഗ ഗാസ എക്സിക്യൂട്ടീവ് ബോർഡിനോടാണ് ഇസ്രയേലിന്റെ എതിർപ്പ്. ഗാസ കാര്യങ്ങളിൽ ഉപദേശം നൽകുന്നതിനുള്ള ഈ സമിതി ഉണ്ടാക്കിയത് ഇസ്രയേലുമായി കൂടി ആലോചിച്ചിട്ടില്ല എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്.